problem. Estimate the number of persons. Estimate the number of persons whose daily wages is between rupees 40 and rupees 50 from the data. Table നോക്കാം. Daily wages, number of persons. സീറോ തൊട്ട് 20 വരെയുള്ളത് 120 പേര്. 20 തൊട്ട് 40 വരെ 145 പേര്. 40 തൊട്ടിട്ട് 60 വരെ ഉള്ളത് 200 പേര്. 60 തൊട്ടിട്ട് 80 വരെയുള്ള ആൾക്കാർ 250 പേര്. 80 മുതൽ 100 വരെയുള്ള ആൾക്കാർ 150 പേര്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം എന്താണ്? ഒരു ഫ്രീക്വൻസി ആയിട്ടാണ്. 0 തൊട്ട് 20 വരെ, 20 തൊട്ട് 40 വരെ, 40 തൊട്ട് 60 വരെ, 60 തൊട്ട് 80 വരെ, 80 തൊട്ട് 100 വരെ. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് ഈ പറഞ്ഞ രണ്ട് ബാക്ക്വേർഡും ഫോർവേഡ് ഫോർമുല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എച്ച് എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കൽ എന്താണെന്നുള്ള കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാറ്? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്ത് എന്തായിരിക്കും അവസ്ഥ? ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ? ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 40-നും 50-നും ഇടയിൽ സാലറി വാങ്ങിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് നമ്മുടെ അടുത്ത് എന്തിരിക്കുന്നത്, ഡെയിലി വേജ് മേടിക്കുന്ന ആളുടെ കാര്യമാണ് നമ്മുടെ അടുത്ത് എന്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്നിട്ടുള്ള ടേബിളിനെ ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട് ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്ത് ചെയ്ത് നോക്കാം, ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടേബിളിനെ ഒന്ന് മാറ്റി എഴുതി വെക്കാം. എങ്ങനെയപ്പോൾ എഴുതുക? ഇപ്പോൾ ഈ തന്നിട്ടുള്ള ടേബിളിൻ്റെ കൂടെ നമുക്കതിനെ അറ്റാച്ച് ചെയ്തിട്ട് വേറെ തരത്തിലേക്ക് എഴുതാം. അപ്പോൾ എന്താണ്, പുതിയ ടേബിൾ ഉണ്ടാക്കാം. വേജ് ലെസ് ദാൻ എക്സ്, നമ്പർ ഓഫ് പേഴ്സൺസ് വൈ. അപ്പോൾ 0 തൊട്ട് 20 വരെ എന്നുള്ളതിന് അപ്പോൾ നമ്മൾ എന്തായിട്ട് മാറി? ലെസ് ദാൻ 20 രൂപ. 20 രൂപ വരെ സാലറി കിട്ടുന്ന ആൾക്കാർ എത്ര പേരാണ്? 120 പേര്. 0 തൊട്ട് ഇതുവരെ എത്രയാണ് കിടക്കുന്നത്? അടുത്ത് എന്ത് ചെയ്യുന്നു? ഏതടുത്ത് കൊടുക്കുക? 40 വരെ കുറവുള്ള ആൾക്കാർ എത്രയായിരിക്കും? അപ്പൊ എന്ത് ചെയ്യണം? 20 വരെയുള്ള ആൾക്കാരെ പ്ലസ് 40 വരെ, 20 തൊട്ട് 40 വരെ ആൾക്കാരെ. അപ്പൊ 120 പ്ലസ് 145. അപ്പൊ എന്ത് കിട്ടി? 165. 265. ഇനി അടുത്ത് എന്ത് ചെയ്യണം? 60-നും താഴെയുള്ള ആൾക്കാരെ. അപ്പൊ എന്ത് ചെയ്യാം? 40 താഴെയുള്ള ആൾക്കാരെ പ്ലസ് 40 തൊട്ടിട്ട് 60 വരെയുള്ള ആൾക്കാരെ. അപ്പൊ എത്ര വന്നു? 465 വരെ വന്നു. അപ്പൊ അടുത്തത് 80 വരെയുള്ള ആൾക്കാരെ. അപ്പൊ എത്ര വന്നു? 715 വന്നു. അടുത്തത് എന്തുവരെ വന്നു? 100 താഴെയുള്ള ആൾക്കാരെ. അപ്പൊ എന്തുവരെ വരും? 865. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ടേബിളിന് എന്ത് ചെയ്തു? മാറ്റി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടൈപ്പ് ടേബിളാക്കി നമ്മൾ മാറ്റി. ഇനി ആക്ച്വലി നമ്മുടെ ചോദ്യം എന്താ കിടക്കുന്നത്? 40-നും 50-നും ഇടയിൽ എത്ര പേരുണ്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പൊ 40-നും 50-നും ഇടയിൽ കണ്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് വൈ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 50 രൂപ സാലറി മേടിക്കുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? വൈ ഓഫ് 50 അല്ലേ?
40 രൂപ സാലറി മേടിക്കുന്ന ആൾക്കാർ ആരായിരിക്കും? അപ്പോൾ y(40). അപ്പോൾ y(50)യിൽ നിന്ന് y(40) മൈനസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? y(50) എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ബേസിക്കലി നമ്പർ ഓഫ് പേഴ്സൺ whose wages are less than എത്രയാ? 50. 50-ൽ താഴെ സാലറി മേടിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 40 എന്ന് പറയുന്ന ആളോ? നമ്പർ ഓഫ് പേഴ്സൺസ് whose wages are less than 40. അപ്പൊ എന്ത് ചെയ്താൽ മതി? y50 മൈനസ് y40 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? നമ്പർ ഓഫ് പേഴ്സൺസ് whose wages are in between 40 and 50. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? y40 കണ്ടുപിടിക്കണം, y50 കണ്ടുപിടിക്കണം, അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? y50 മൈനസ് y40 കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്താണോ കിട്ടുന്ന ആൻസർ, ആ ആൻസർ ആണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. കിട്ടിപ്പോയാ? അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ നമുക്ക് സാധാരണ ഒരു ടേബിളിലേക്ക് ആക്കണം. അപ്പൊ അവിടെ ടേബിളിലേക്ക് ആക്കണേക്കാൾ മുമ്പ് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഏതാണ്? ബാക്ക്വേർഡ് ആണോ ഫോർവേഡ് ആണോ? 40ഉം 50ഉം ഒക്കെ എവിടെയാണ് കിടക്കുന്നത്? നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മിഡിൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്നാലും കമ്പാരിറ്റീവ്ലി എന്താണ്? ഫ്രണ്ട് ബാക്ക് നോക്കുമ്പോൾ ഏതാ വരുന്നത്? ഫ്രണ്ട് സൈഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടി വരിക? അപ്പൊ ഫോർവേഡ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഫോർവേഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫോർവേഡിന്റെ ടേബിൾ എന്ത് ചെയ്തോളൂ? കൺസ്ട്രക്ട് ചെയ്തോളൂ. അപ്പോൾ ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? വരച്ചുണ്ടാക്കണം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആൾ ഞാൻ എഴുതുന്നു 20, 40, 60, 80, 100. y എന്ന് പറയുന്ന ആൾ എഴുതുന്നു 120, 265, 465, 715, 865. ഇനി ഇവരെന്ത് ചെയ്യണം? അടുത്തത് ഡെൽറ്റ വൈ നിങ്ങൾ കാണണം. അങ്ങനെ ഓരോന്നായിട്ട് കണ്ടുനോക്കൂ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരെ ന്യൂട്ടൺ ഫോർവേഡ് ടേബിൾ നമ്മൾ ഫോർവേഡ് ഫോർമുല, ഡിഫറൻസ് ഫോർമുല നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ ഒന്ന് എഴുതി നോക്കാം. y of x equal to y0 plus delta y0 p into delta y0 plus p minus 1 p into p minus 1 divided by 2 factorial into delta square y0 p into p minus 1 into p minus 2 delta cube y0 plus p into p minus 1 into p minus 2 into p minus 3 divided by ഇവിടെ ഇതൊക്കെ മാറിപ്പോയല്ലോ. ഇവിടെ എന്തായിരുന്നു? ബൈ 3 ഫാക്ടോറിയൽ ഇവിടെയും ഡെൽറ്റ ക്യൂബ് വൈനോട്ട് ഇവിടെ എഴുതണ്ടായിരുന്നു, മാറിപ്പോയതാ. p into p minus 1 into p minus 2 into p minus 3 divided by 4 factorial into delta raised to 4 y0. ബാക്കിയുള്ള ആൾക്കാരൊക്കെ 0 ആയതുകൊണ്ട് നമ്മൾ പ്ലസ് 0 0 എന്ന് പറഞ്ഞിട്ട് പോയി. ഇനി ഇതിനകത്ത് p ആരാന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ p എങ്ങനെ കണ്ടുപിടിക്കും? p is equal to എന്താ ഫോർമുല? x minus x naught divided by h എന്നാണ്. ഇവിടെ x എന്ന് പറയുന്നത് ആളാരാണ്? അത് നമ്മൾ ഏതാ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കണേ? y50 കണ്ടുപിടിക്കാം. അപ്പോൾ y50 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ x ഈക്വൽ ടു എന്ത് കൊടുത്തു? 50 കൊടുത്തു. മൈനസ് x നോട്ട് എന്ന് പറയുന്ന ആള് ഇവിടെ സ്റ്റാർട്ടിംഗ് വാല്യൂ ഏതാണ്? 20. ഫ്രീക്വൻസി h എത്രയാണ് വരുന്നത്? 20 ആണ് വരുന്നത്.
അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 30/20. ഇപ്പൊ 1.5 ആണ് ഏത് കേസിൽ വരുന്നത്? y50 കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മുടെ p ആയിട്ട് വരുന്നത്. ഇനി കിട്ടി കഴിഞ്ഞാൽ ഉടനെ നേരെ എന്ത് ചെയ്യാം? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ y50 ഈക്വൽ ടു y0 എത്ര കിട്ടിയിരിക്കുന്നത്? 120 പ്ലസ് p എന്ന് പറയുന്നത് 1.5 ഇൻറ്റു ഡെൽറ്റ y0 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 145 പ്ലസ് 1.5 ഇൻറ്റു 1.5 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടർ എന്ന് പറയുമ്പോൾ 2 ഡെൽറ്റ സ്ക്വയർ y0 എന്ന് പറയുമ്പോൾ എത്ര കിട്ടിയിരിക്കുന്നത്? 55 പ്ലസ് p ഇൻറ്റു അപ്പോൾ 1.5 ഇൻറ്റു p മൈനസ് 1 1.5 മൈനസ് 1 ഇൻറ്റു p മൈനസ് 2 1.5 മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 6 ഡെൽറ്റ ക്യൂബ് y0 എന്ന് പറയുമ്പോൾ ഇൻറ്റു മൈനസ് 5 പ്ലസ് p എന്ന് പറയുമ്പോൾ 1.5 ഇൻറ്റു 1.5 മൈനസ് 1 ഇൻറ്റു 1.5 മൈനസ് 2 ഇൻറ്റു 1.5 മൈനസ് 3 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 24 ഇൻറ്റു ഡെൽറ്റ റേസ് ടു 4 y0 എന്ന് പറയുമ്പോൾ മൈനസ് 145. ബാക്കിയുള്ള ടേംസ് മൊത്തം ഡെൽറ്റയുടെ വരുന്ന ആൾക്കാരൊന്നും അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇത് വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഇത് കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും എന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 355.03 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ അത് അവിടെ തൽക്കാലം മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ അടുത്ത പ്രശ്നം എന്താണ്? ഇനി നമ്മൾ y40 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ y40 കണ്ടുപിടിക്കുമ്പോൾ പിക്ക് വീണ്ടും വ്യത്യാസം വരും. അപ്പോൾ p ഈക്വൽ ടു എന്താ? x മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുന്നതിന് എന്ത് മാറ്റം വരും? x ഇവിടെ ഇപ്പം എത്രയാണ്? 40 ആണ്. 40 മൈനസ് 20 ഡിവൈഡഡ് ബൈ 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 20/21. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഇനി അടുത്ത സ്റ്റെപ്പില് p ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടിട്ട് ഫോർമുലയിൽ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റം വരുത്തേണ്ടി വരും. അപ്പൊ എഴുതാം y of 40 ഈക്വൽ ടു 120 പ്ലസ് 1 ഇൻറ്റു 145 പ്ലസ് 1 into 1 minus 1 divided by 2 into 55 plus 1 into 1 minus 1 into 1 minus 2 divided by 6 into minus 5 plus 1 into 1 minus 1 into 1 minus 2 into 1 minus 3 divided by 24 into minus 145. അപ്പോൾ നമുക്ക് പണി കുറച്ച് എളുപ്പമായി. എന്തുകൊണ്ടാണ്? ഇവിടെ 120, ഇവിടെ 145, പിന്നെ എല്ലാം എന്ത് തന്നെയാണ്? 0 ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പണി എളുപ്പമുണ്ട്. അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ 5, 6, 2 265 എന്നുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഈ സൈഡ് ആൻസർ കിട്ടി. അപ്പൊ നമ്മുടെ ആക്ച്വൽ ആൻസർ നമുക്ക് എന്താ വേണ്ടേ? Therefore answer to the question is ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? y50 മൈനസ് y40 ദാറ്റ് ഇസ് ഈക്വൽ ടു 355.03 മൈനസ് 265. എത്ര കിട്ടുന്നത്? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഉത്തരം. പക്ഷെ നമ്മുടെ ആൾക്കാർ എന്താണ് ഇവിടെ? നമ്പർ ഓഫ് പേഴ്സൺസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് പേഴ്സൺ എന്ന് പറയുമ്പോൾ 0.03 എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ അതിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താക്കി അവസാനിപ്പിക്കും? 90 persons എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് ആൻസർ അവസാനിപ്പിക്കും. ക്ലിയർ ആയോ? ഓക്കെ.